എന്തോ നമ്മൾ ഇന്നെന്തോ പാവയ്ക്ക തോരനോ മെഴുക്ക് പുരട്ടിയോ? നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം മോളെ. ഓക്കെ, അപ്പം നമുക്ക് ചട്ടി വെക്കാം. ഞാൻ പാവയ്ക്ക എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ പാവയ്ക്ക സീസൺ അല്ലല്ലോ. പാവയ്ക്ക, പിന്നെ വറ്റൽമുളക്, സവാള, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇത്രയും മതി ഇതിന് അല്ലേ? മതി. വെളിച്ചെണ്ണ എടുത്തു. വെളിച്ചെണ്ണ എടുക്കും. ഒഴിക്കും മോളെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണ ഇതിലോട്ട് ഒഴിക്കാം അല്ലേ അമ്മ? ഇനി മുളക് അങ്ങോട്ട് കേട്ടോ, ഉണക്കമുളകേ. കടുക് ഇത്ര മതിയോ? മതി. കടുകിട്ട് ഇനി നമുക്ക് തേങ്ങാക്കൊത്തിടാം. പച്ചമുളകും കൂടെ അങ്ങിടാം. പിന്നെ ഉള്ളിയും പാവയ്ക്കായും കൂടെ കിട്ടും. രണ്ടും കൂടെ ഒന്നിച്ചിടും. ഇടണം. പാവയ്ക്ക എന്തിനാ നല്ലതെന്ന് അമ്മ പറഞ്ഞേ? അമ്മ മുമ്പേ പറഞ്ഞില്ലേ പാവയ്ക്ക ഏതാണ്ട് ഇത് നല്ലതാന്ന്? ഈ ഷുഗറിനും കൊളസ്ട്രോളിനും പ്രഷറിനും എല്ലാ അസുഖത്തിനും പാവയ്ക്ക നല്ലതാ മോളെ. ആണല്ലേ? പിന്നെ ഉപ്പിട്. കുറച്ച് ഉപ്പിടണം. ശകലം മഞ്ഞപ്പൊടി ഇടും മോളെ. മതിയോ? മതിയോ? മതി. എന്താണെന്നറിയാമോ, മഞ്ഞപ്പൊടി നമ്മൾ ഇതിന് എപ്പോഴും ഇച്ചിരി കുറച്ചേ ഇടാവുള്ളൂ. ഒരു കയ്പ്പ് രസമാണ് പാവയ്ക്കായ്ക്ക്. മറ്റുള്ളതിനിടുന്ന പോലെ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ചെറിയ തീ വേണം, മനസ്സിലായോ? എന്നാലും ചെറിയ തീ ഇട്ട് വേവട്ടെ. എന്തോ ശരിയായോന്ന് നോക്കിക്കേ. ചോറുണ്ടായോ? ശരിയാ മോളെ, നമുക്ക് നോക്കാം. മെഴുക്ക് വെട്ടി റെഡിയായി. ഇനി ചോറുണ്ടാ മതി. ചെറിയ നമുക്ക് നല്ല ഗുണമുള്ള ഒരു സാധനമായി ഇത്. അതെ അതെ. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. സീ യു. ഞങ്ങൾ പോയി ചോറിനട്ടെ.